ഗായ്സ്, ഇറ്റ്സ് എ വാം ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫുക്കുക്ക ട്രിപ്പ് പോയതായിരുന്നു. ഞാൻ സ്റ്റേ മിയാസക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഫുക്കുക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വയനാട്ടിൽ നിന്ന് എറണാകുളം പോകുന്നൊരു ദൂരമുണ്ട് കേട്ടോ. ലൈക്ക് നിയർലി 7 to 8 hours ഫ്ലൈറ്റിലാണെങ്കിൽ 45 minutes ആണുള്ളത്. നമ്മൾ ഫ്രണ്ട്സ് അല്ല, എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ലൈക്ക് ഒരു എന്താ പറയുക, വെറുതെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് അവരെന്നെയും വിളിച്ചു, അങ്ങനെ ഞാനും പെട്ടെന്ന് അവരെ കൂടെ പോയി. സോ ദ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടി വാട്ടർഫോൾസ് ആയിരുന്നു പോകുന്ന വഴിക്കുള്ള. ഓൾമോസ്റ്റ് ഒയിത്താക്കൻ ഫുക്കുക്ക ഒക്കെ എത്തിയപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കിവിടെ പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ലോങ് ടണൽസ് ആണുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പോകുന്ന വഴിക്ക് കുറേ കാറുകളും കാണാൻ പറ്റി. അടിപൊളി കാറുകൾ കേട്ടോ, ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ജസ്റ്റ് സീ ദ നേച്ചർ ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയുന്നതാണ് ജപ്പാൻ ആക്ച്വലി. യാ അപ്പോൾ പോകുമ്പോൾ നമ്മൾ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ മിയാസാക്കിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ രാവിലെ ഒരു 9-10 മണി ആ സമയത്തിനോടടുത്തു നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ഫുക്കുക്ക എന്തിനു വേണ്ടിയിട്ടാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊപ്പം പോയിട്ടുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം മിയാസാക്കിയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. നേപ്പാൾ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. സോ എനിക്ക് ദോശ കഴിക്കാൻ നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ഒരു 1 ഇയറിന് ലൈക്ക് 1 ഇയറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ ഇഷ്ടം. അപ്പോൾ ദോശ എന്ന് പറഞ്ഞിട്ട് ഐ വാസ് ജസ്റ്റ് ക്രേവിങ് ഫോർ ടു ഈറ്റ് ദോശ. അങ്ങനെ നമ്മൾ അത് കഴിക്കാനായിരുന്നു ഞാൻ ഒരാളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാസിലാണ്, ലൈക്ക് കാസിൽ ഒരു ജിഞ്ച ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ജിഞ്ചയിൽ പോയി ഒഴിനോരി ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ചൊന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. ആക്ച്വലി ഐ വാസ് നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ്. അപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, അങ്ങനെ കാര്യമായിട്ട് ലൈക്ക് വ്ളോഗ്സ് എടുക്കാനും ഇതിനൊന്നും വലിയ മൂഡുണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഐ തിങ്ക് യു വിൽ എൻജോയ് ദിസ്. വന്നാൽ
നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കൊക്കെ കുറേ ഒമിയാഗി എന്ന് വെച്ചാൽ അവിടുത്തെ സ്വീറ്റ്സിനെയാണ്, അല്ലെങ്കിൽ ഒക്കാഷി എന്ന് പറയുമ്പോൾ കുറേ അവരുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവിടുത്തെ ട്രഡീഷണലായിട്ട്. ഇപ്പം നമ്മൾ ജപ്പാൻകാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ വരുമ്പോഴത്തേക്കും ഇവർ ഒമിയാഗി നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും. അതായത് അവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്വീറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ സൊവീനിയേഴ്സോ ഇതൊക്കെ അവർ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും കേട്ടോ. സോ അങ്ങനെ നമ്മൾ അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിസ്സ പിസ്സ ആയിരുന്നു, അതോ മറ്റൊരു ചിക്കൻ പിസ്സ ഉണ്ടായിരുന്നു, അതായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഇറ്റ്സ് പിസ്സ. ആൻഡ് അത് കഴിച്ച് പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഫുക്കുക്ക സെൻറ്ററിൽ തന്നെ നല്ലൊരു ജിഞ്ചയിലോട്ടാണ്. ജിഞ്ചിയാണോ ഒത്തേരയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പ്രോപ്പറായിട്ട്. ഐ ഗെസ് ഇവിടെ കുറേ സ്ഥലത്ത് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പാടില്ല എന്നിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ വാസ് ബിറ്റ് കൺസേൺഡ്. ഇവിടെ അങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. സോ ഐ വാസ് ബിറ്റ് കൺസേൺഡ്. സോ നമ്മളിപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറേ എന്തെല്ലാം കത്തിച്ചെല്ലാം വെച്ചിട്ടുണ്ട്, നോക്കാം ജസ്റ്റ്. ആൻഡ് അതിനുശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ബിക്കോസ് ഐ വാസ് ക്രേവിങ് ടു ഈറ്റ് മസാല ദോശ. ആൻഡ് എൻ്റെ അടുത്ത് ഞാൻ ചേച്ചിയൊക്കെ ദേ ഓർഡേർഡ് മട്ടൺ ബിരിയാണി. സോ ദിസ് വാസ് മൈ മസാല ദോശ. ഇറ്റ് വാസ് ലൈക്ക് ടു ബിഗ്. നല്ല ടേസ്റ്റി ആയിരുന്നു. ദോശ വാങ്ങിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിവേപ്പിലൊക്കെ ഞാൻ അത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. ബീൻസ്, മുരിങ്ങാക്കോല്, ഇതൊന്നും ഞാൻ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ പോയത് ആപ്പിൾ സ്റ്റോറിലോട്ടാണ്. ആപ്പിൾ സ്റ്റോർ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു മാക്കും ലൈക്ക് 16 ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഫോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇവരുടെ വാഷ്റൂം ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഐ എക്സ്പെക്റ്റഡ്. ഇറ്റ് ലൈക്ക് യൂഷ്വലി അറിയാമല്ലോ ജപ്പാൻകളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ദ ടോയ്ലറ്റ് ഇസ് ലൈക്ക് ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി. ബട്ട് വെൻ ഇറ്റ് കെയിം ടു ആപ്പിൾ സ്റ്റോറിൻ്റെ അകത്തുള്ളൊരു വാഷ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ലിറ്ററലി വെരി സ്പേഷ്യസ്. ഈവൻ ഐ ക്യാൻ സ്ലീപ്പ് ദെയർ. അത്രത്തോളം വൃത്തിയായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ആൻഡ് ദെൻ വി വെൻ ടു ലൈക്ക് കുറച്ച് 1-2 ചെറിയ ചെറിയ ഷോപ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഫുക്കുക്ക റോഡിലൂടെ ഇങ്ങനെ കുറേ തേരാഫലം നടന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചായിരുന്നു. ബീച്ചിലോട്ട് വന്നിട്ട്, ബീച്ചല്ല, ഇവിടെയാണ് നമ്മുടെ ഫുക്കുക്ക ടവർ ഉള്ളത്, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് ബീച്ച്. ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടവർക്ക് എടുക്കാമെന്നുള്ള രീതിക്ക്. അതിനുശേഷം നമ്മൾ പിന്നെ ഫുക്കുക്ക ടവർ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാവരും എടുത്തിട്ട് വി ജസ്റ്റ് പ്ലാൻഡ് അവർ റിട്ടേൺ ട്രിപ്പ്. ആസ് വെരി നെക്സ്റ്റ് ഡേ നമുക്ക് എല്ലാവർക്കും
വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ. I mean, അവർക്ക് വർക്ക്, എനിക്ക് പാർട്ട് ടൈം. ആൻഡ് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി, സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്താമല്ലോ എന്നുള്ള രീതിക്ക്. ആൻഡ് തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിലും ദ സൺസെറ്റ് ആൻഡ് എവറിത്തിങ് വാസ് ലൈക്ക് സോ ഗുഡ്. സോ അതൊക്കെ നമ്മൾ നോക്കി സ്ലോലി വി ജസ്റ്റ് കെയിം ബാക്ക് ടു അവർ പ്ലേസ്. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.